അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ പട്ടായ ഗേൾസ് അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ്. സാധാരണ ഇതിന് മുന്നേയും ഇതുപോലെ ഇവർ അടിച്ചു പിരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തവണ കുറച്ച് സീരിയസ് ആണെന്നാണ് തോന്നുന്നത്. അനുവിനേക്കാൾ ഭേദം അക്ബർ ആണെന്ന് വരെ ആദിലയും നൂറയൊക്കെ പറയുന്നുണ്ട്. ഒരു ഫേക്ക് പേഴ്സൺ ആയിരുന്നു, ഇത്രയും നാൾ അഭിനയിച്ച് നിൽക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അനു നേരത്തെ പോയി കിടന്ന് ഉറങ്ങിയെന്നാണ് തോന്നുന്നത്. അനുമോളുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്സ് ബിഗ് ബോസിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് ഉണ്ടാവുന്ന സമയത്ത് കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആദിലയാണെങ്കിലും നൂറയാണെങ്കിലും നെഗറ്റീവ് കണ്ടാൽ പറയേണ്ടി വരും, പറയണം. അതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. സുഹൃത്തുക്കളാണെങ്കിൽ നമ്മുടെ സുഹൃത്തിൻ്റെ തെറ്റുകൾ തിരുത്തി കൊടുക്കുക തന്നെ വേണം. ആ നിലയ്ക്ക് ആദിലയും നൂറയും പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ ഈ ആദില നൂറയുടെ ഒരു ഒരു തെറ്റ് അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന രീതിയാണ് ശരിയല്ലാത്തത്. എന്ന് വെച്ചാൽ അനുമോളുടെ തെറ്റാണെന്ന് അവർക്കൊരു കാര്യം തോന്നിയാലും എല്ലാവർക്കും ഒപ്പം നിന്നിട്ടല്ല അവരത് ചൂണ്ടിക്കാണിക്കേണ്ടത്. ആ ഒരു പുതപ്പെടുത്തോണ്ടുവന്ന കേസ് ഓർമ്മയുണ്ടോ? ജിസേലിന്റെ ഇഷ്യൂവിൽ അന്ന് അനുമോള് പറഞ്ഞ അനുസരിച്ച് പോയി പുതപ്പെടുത്തോണ്ട് കൊടുക്കുന്ന ആൾ ആദിലയാണ്. ആദിലയ്ക്കും നൂറയ്ക്കും ഒക്കെ ഈ ഒരു സംശയം ഉണ്ടായിരുന്നു പുതപ്പിന്റെ അടിയിൽ ആ കുൽസിതം കേസിൽ. പക്ഷെ ലാലേട്ടൻ വന്ന് തൂക്കിയപ്പോൾ ആദിലയും നൂറയും നൈസായിട്ട് കാലുവാരി. അത് കാലുവാരി എന്ന് പറയുന്നതിലുപരിയായിട്ട് അവർ പെട്ടെന്ന് നല്ല പിള്ളേരായി. മനസ്സിലായോ? അത് അനുമോളുടെ മാത്രം മിസ്റ്റേക്ക് എന്നുള്ള ലെവലിലേക്ക് പോയി. അങ്ങനെ ഓരോ സംഭവങ്ങളിലും ഒരു പ്രശ്നം വരുമ്പോൾ ആ ബെഡിൽ വെള്ളം എടുത്തൊഴിച്ച സമയത്ത് നെവിനോട് ശക്തമായ ഒരു വാക്ക് പോലും ആ സമയത്ത് അവർ പറഞ്ഞിട്ടില്ല. സാധാരണ ഒരു സുഹൃത്താണെങ്കിൽ ഇപ്പൊ എല്ലാ തെറ്റുകളെയും കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ അവർ പറയുന്നുണ്ടല്ലോ തെറ്റിനെ എതിർക്കുന്ന ആൾക്കാരാണെന്ന്. ബെഡിൽ വെള്ളം എടുത്തൊഴിച്ച് തെറ്റാണെന്നെങ്കിലും നെവിനോട് ശക്തമായിട്ട് എണീറ്റ് എന്ന് പറയാമായിരുന്നു. ആ സമയത്തും സൈലന്റ് ആവുകയും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ മറ്റുള്ളവർക്കൊപ്പം നിന്നിട്ട് അനുമോൾക്കെതിരെ സംസാരിക്കുകയാണ് ചെയ്തത്. ആ ഇൻസിഡന്റിലും അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഇവർക്ക് അനുമോൾ ഒരു ബാധ്യതയായിരുന്നു പലപ്പോഴും. അനുമോൾ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന ഒരാളാണ്, റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ നെവിൻ കുറച്ച് വെള്ളമെടുത്ത് മുഖത്ത് കുടഞ്ഞപ്പോൾ ഒരു കുപ്പി വെള്ളമെടുത്ത് നെവിന്റെ പുറത്തേക്ക് അനുമോൾ ഒഴിച്ചു കൊടുത്തു. അത് തെറ്റാണെന്നും പറഞ്ഞു. പക്ഷെ ആ സമയത്ത് നെവിൻ ബെഡിലെടുത്ത് ഒഴിച്ചതും തെറ്റാണെന്ന് പറയണം. അത് പക്ഷെ ഇവരത് പറഞ്ഞില്ല ആ സമയത്ത്. അപ്പോഴും സൈലന്റ് ആയിട്ടിരുന്നു. അങ്ങനെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴില്ലേ ഇവരൊരു സുഹൃത്ത് എന്ന നിലയിൽ, ഇപ്പൊ സൗഹൃദം എന്നാണ് ഇവർ ആ ഒരു റിലേഷനെ വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സുഹൃത്ത് എന്ന നിലയിലും അനുമോൾ ഇവർക്കൊപ്പം നിന്നതുപോലെ ഒരു ഘട്ടത്തിലും ഇവർ അനുമോൾക്കൊപ്പം നിന്നിട്ടില്ല. അപൂർവമായിട്ട് ഒന്നോ രണ്ടോ തവണ മാത്രം, അപൂർവമായിട്ട് ചെറിയ എന്തോ ഇൻസിഡൻസിൽ മാത്രം എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഇവർ കട്ടയ്ക്ക് നിന്നിട്ടില്ല. പക്ഷേ ഇവർക്ക് ഇഷ്ടമൊക്കെ ആയിരുന്നു അനുമോളെ. ബട്ട് ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ തെറ്റിദ്ധാരണകളാണ്. ഇവർ അനുമോള് പി ആറിന്റെ ബലത്തിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞത് തെറ്റാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. അനുമോള് ടിക്കറ്റ് ടു ഫിനാലയിൽ ജയിച്ച് നീ ടോപ്പ് 5 എത്തിയതിന്റെ അഹങ്കാരമാണ് നീ കാണിച്ചത് എന്ന് അനുമോള് പറഞ്ഞത് അവർ സീരിയസ് ആക്കുകയും ചെയ്യുന്നു. ഇവർ അനുമോളെ എത്രയോ തവണ നാടക നടിയാണ്, അഭിനയിച്ചാണ് നിൽക്കുന്നത്. ഈവൻ ലാലേട്ടൻ വന്ന ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ഒരു വ്യക്തി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നൊരു ഒരു സാധനം ലാലേട്ടൻ ടാസ്ക് ആയിട്ട് കൊടുത്തല്ലോ. അവിടെ ആദില എണീറ്റ് നിന്ന് അനുമോളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നത് ഡ്രാമ ഇത്രയും കാണേണ്ടി വരില്ലായിരുന്നു എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? അനുമോള് ഭയങ്കര കരയുന്നതായിക്കോട്ടെ ചെയ്യുന്നതായിക്കോട്ടെ ഒക്കെ ഡ്രാമയാണെന്നാണ് പറയുന്നത്. ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ കുറിച്ച്, അതും ഇതുപോലൊരു വീക്കെൻഡ് എപ്പിസോഡിൽ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവിടെ ഇരിക്കുന്നതെന്ന് കരുതുക. എന്റെ ഒരു സുഹൃത്ത് എണീറ്റ് നിന്നിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ ആ സ്പോട്ടിൽ അവന്റെ കട്ടയും പടവും മുടക്കി ഞാൻ പോക്കറ്റ് ഇടും. പിന്നെ അവനെ സുഹൃത്തെന്ന് പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. അപ്പൊ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളുടെ കൂടെ നിന്നിട്ട് നമുക്കിട്ട് പണിയുന്ന ഒരുത്തനെ ഞാൻ സുഹൃത്താണെന്ന് പറയത്തില്ല. ഞാൻ ആ ഒരു വ്യൂ പോയിന്റിലാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം പറയുന്നത്. ഇവിടെ അനുമോള് ശരിയോ തെറ്റോ എന്നുള്ളത് വേറൊരു വിഷയം. അനുമോളുടെ ഭാഗത്ത് ഒരു കൂട്ടം തെറ്റുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അനുമോളെ ഇവിടെ ആ ഒരു വിഷയത്തിൽ ഒന്നും ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കേസിലേക്ക് വരുമ്പോൾ ആദിലയും നൂറയും അനുമോള് ഫേക്ക് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് പലതും തെറ്റിദ്ധാരണകളുടെ പുറത്താണ്. മാത്രമല്ല ഇവിടെ ആദിലയും നൂറയും ശരിക്കും പറഞ്ഞാൽ അനുമോളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളുമുണ്ട്. ഇവർ അനുമോളെ കുറ്റം പറഞ്ഞിട്ടുള്ള അത്രയും അതിന്റെ 10-1 100-1 പോലും അനുമോൾ ഇവരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല ഷോയ്ക്കകത്ത്. അത് തന്നെ ഏറ്റവും വലിയൊരു വ്യത്യാസമാണ്. ഇവരാരോടെല്ലാം ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ സാബുവിന്റെ അടുത്ത് അടക്കം എത്ര പേരെടുത്ത്, ഷാനവാസിന്റെ അടുത്ത് ഇതുപോലെ പിണങ്ങുമ്പോഴൊക്കെ ഒടുക്കത്തെ കുറ്റം പറച്ചിലായിരിക്കും. പക്ഷെ അനുമോൾ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. അപ്പൊ ഈ സൗഹൃദത്തിന്റെ കേസ് വരുമ്പോൾ ആദില നൂറയേക്കാൾ കൂടുതൽ ആ ഒരു സൗഹൃദത്തിൽ പട്ടായ ഗേൾസ് ഗ്യാങ്ങിൽ ജെന്യുവിനായിട്ട് നിന്നൊരാള് ഒരു പക്ഷെ അനുമോളാണെന്ന് പറയേണ്ടി വരും. അനുമോളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇവരെ ഇപ്പോഴും സുഹൃത്തുക്കളാണെന്ന് പറയില്ല. പല സംഭവങ്ങളിൽ ഇവർ ഇതുപോലെ മാറി നിൽക്കുകയോ
അല്ലെങ്കിൽ പെട്ടെന്ന് പ്ലേറ്റ് മറിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. മറ്റേ നെവിൻ്റെ വഴക്കിലൊക്കെ അർദ്ധരാത്രിയിൽ നടന്ന വഴക്കിലൊക്കെ ഇവരങ്ങനെ ആയിരുന്നു. ഇവരാണ് അന്ന് വഴക്ക് ആളി കത്തിച്ചത് പോലും. അപ്പോൾ അങ്ങനെ ഒരാളെ സുഹൃത്തായിട്ട് ഞാനെന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ കൊണ്ടു നടക്കത്തില്ല. അങ്ങനത്തെ ഒരു സുഹൃത്ത് ഉണ്ടാകുന്നതിനേക്കാളും നല്ലത് നമുക്ക് ആരും ഇല്ലാതിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വ്യൂ പോയിന്റിൽ ആദിലയും നൂറയും ഒരു നല്ല സുഹൃത്തായിരുന്നില്ല. അവർ പുറത്തിറങ്ങിയിട്ടെങ്കിലും മനസ്സിലാക്കണം. എനിക്ക് പേഴ്സണലി അവരുടെ ഗെയിം ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്മാർട്ടാണ്. ആദിലയാണെങ്കിലും നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. നൂറയാണെങ്കിലും ഇപ്പോൾ ടാസ്കിലൊക്കെ തന്നെ കണ്ടില്ലേ, അടിപൊളി പെർഫോമൻസ് ആണ്. സോ അവർ ഗെയിമേഴ്സ് എന്നുള്ള നിലയിൽ BB മെറ്റീരിയൽ എന്നുള്ള നിലയിലൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ സൗഹൃദം കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അവർ പറയുന്നു അനുമോളാണ് ശരിയല്ലാത്തതെന്ന്. അനുമോളുടെ ധാർഷ്ട്യം, എടുത്തുചാട്ടം ഒക്കെ ഉണ്ടെങ്കിലും അനുമോൾ സൗഹൃദത്തിന് ഇവരെക്കാൾ കൂടുതൽ വാല്യൂ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും അനുമോൾക്ക് നന്നായിട്ടറിയാം ആദിലയും നൂറേക്കാൾ കൂടുതൽ ഫെയിം അനുമോൾക്കുണ്ട്. ആദിലയും നൂറയും പുറത്ത് കട്ട നെഗറ്റീവായിട്ടുമാണ് വന്നത്. സോ ഇവരെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും നേടണമെന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കത്തില്ല അനുമോൾ ഇവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലേക്ക് പോയത്. ഇവരുടെ സൗഹൃദം അവിടെ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. യൂസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അനുമോൾക്ക് ഇവരെ ഒഴിവാക്കാൻ ഒരുപാട് അവസരങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇവരൊരു ബാധ്യതയാണ്, ഒരു ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയിരുന്നുവെങ്കിൽ ആ നെവിൻ അന്ന് ആ ഒരു ഫുഡ് തട്ടിപ്പറിച്ചിട്ട് ആ വഴക്ക് നടന്നതിൻ്റെ അന്ന് തന്നെ വേണമെങ്കിൽ ഇവരുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യാമായിരുന്നു. അന്നും കുറേ നേരമൊക്കെ പിണങ്ങി നടന്നിട്ട് ലാസ്റ്റ് വീണ്ടും അതങ്ങ് സോൾവ് ആയിട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അനുമോൾ വീണ്ടും ഇവരുമായിട്ട് സൗഹൃദം തുടരുന്നതാണ് കണ്ടത്. അപ്പോൾ സൗഹൃദത്തിൻ്റെ കേസിൽ ആദിലയും നൂറയും പറയുന്നത് ശരിക്കും അവർ സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഇപ്പോൾ അക്ബറിനെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ മുമ്പിൽ നിങ്ങൾ നിഷ്പക്ഷരാണെന്നും നിങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന സുഹൃത്തുക്കളാണെന്നും കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ ഓവർ പ്രവൃത്തികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ മനഃപൂർവ്വം, അതായത് നിങ്ങൾ ഭയങ്കര തെറ്റുകൾ കണ്ടാൽ പ്രതികരിക്കുന്ന ആൾക്കാരെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത് നിങ്ങൾ സുഹൃത്തുക്കളാണ്. ഒരു സുഹൃത്ത് ഇങ്ങനെ അല്ല ഇത്തരം വിഷയങ്ങളിൽ ഡീൽ ചെയ്യുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. ഓഡിയൻസും ജഡ്ജ് ചെയ്യുന്നത് നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ ബേസിലാണ്. ഇപ്പം നിങ്ങളവിടെ രണ്ടുപേരും ആരുടെടുത്തും കൂട്ടില്ലാതെ ഇൻഡിവിജ്വലായിട്ട് നിങ്ങളവിടെ നിന്നിട്ട് എല്ലാവരുടെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ ആ രീതിക്ക് നമ്മൾ ജഡ്ജ് ചെയ്യും. അവരെല്ലാവരുടെയും കാര്യം പറയും, അവരാരുമായിട്ടും അങ്ങനെ ഒരു ഇതില്ല. മറിച്ച് ഇവിടെ നിങ്ങൾ അനുമോളുമായിട്ട് ഭയങ്കര ക്ലോസ് സുഹൃത്ത്, ഭയങ്കര ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അനുമോൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ എല്ലാവരുടെയും മുമ്പിൽ ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല പരുഷമായ ഭാഷയിൽ, ഇപ്പോൾ അക്ബർ PR ഉണ്ടെന്ന് പറഞ്ഞ് കളിയാക്കാം. നിങ്ങൾ അനുമോളുടെ സുഹൃത്തല്ലേ, നിങ്ങൾ PR ഉണ്ടെന്ന് പറഞ്ഞ് കളിയാക്കാൻ പാടുണ്ടോ? നിങ്ങൾ നാടക നടിയാണെന്നും ഡ്രാമ ക്യൂനാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ കളിയാക്കാൻ പാടുണ്ടോ? അത് ശരിയല്ലല്ലോ, ഒരു സുഹൃത്ത് ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ സൗഹൃദത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ കാണിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഈ വ്യത്യാസം. അക്ബർ ചെയ്യുമ്പോൾ ആരും ഒന്നും പറയില്ല, കാരണം അക്ബറും അനുമോളും സുഹൃത്തുക്കളല്ല, ശത്രുക്കളാണ്. അവിടെയാണ് വ്യത്യാസം. അതുപോലെ അനുമോളുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അനുമോളുമായിട്ട് ഒത്തുപോകാൻ കഴിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുന്നേ പല അവസരങ്ങളുണ്ടായിരുന്നല്ലോ. ഇതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും നിങ്ങൾക്കും എന്ത് ചെയ്യാമായിരുന്നു, ഇത് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. അന്നും നിങ്ങളത് ചെയ്തില്ല. ഫിനാലെ അടുക്കാറായ സമയത്ത് നിങ്ങളും സൗഹൃദത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതും അനുമോളും വിട്ടു നിൽക്കുന്നത് തീർച്ചയായിട്ടും ചിലപ്പോൾ രണ്ടു കൂട്ടരും ഇനി ഫൈനലായി, ഇനി എന്തായാലും ഇത് തുടർന്ന് പോയാൽ വോട്ട് സ്പ്ലിറ്റ് ആവുമെന്ന് കരുതിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിരിക്കാം, അല്ലെങ്കിൽ അനുമോൾക്ക് അങ്ങനെ തോന്നിയിരിക്കാം. എന്താണെങ്കിലും ഈ വിഷയം മൊത്തത്തിൽ നമ്മൾ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ആദിലയുടെയും നൂറയുടെയും ഭാഗത്ത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിനകത്ത് എനിക്കെന്തോ മിസ്റ്റേക്ക് പറ്റിയെന്നാണ് തോന്നുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.